എന്താ വയനാട് ചുരം. വയനാട് ചുരത്തിൽ ഇതാ അങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. ഫസ്റ്റ് എൻഡിങ്ങാണ്. കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. കാണുന്നുണ്ടോ? എൻ്റെ വീട്ടിൽ നിന്ന് അതിന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ വയനാട്ടിലേക്ക്. വലിയ ബ്ലോക്കായി. വലിയ ബ്ലോക്കില്ല, ചെറിയ ബ്ലോക്ക്. ചെറിയ ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് ബസ്സാറിനൊക്കെ എങ്ങോട്ടാണ് വരുന്നത് റബ്ബേ? ഇന്നൊന്നും ഒറ്റ കുരങ്ങുകളെയും കാണുന്നില്ലല്ലോ. എല്ലാവരും നല്ല ഫാമിലി ആയിട്ട് കുടുംബത്തിരിക്കാൻ തോന്നുന്നുണ്ട്. ആരും പുറത്തിറങ്ങുന്നില്ല. എന്തുവാ വെയിൽ, നല്ല വെയിൽ. നല്ല വെയിലാണ്. പക്ഷെങ്കിൽ വെയിലിന് ചൂടൊന്നുമില്ല കേട്ടോ. ഇവിടെ കൊണ്ട് എന്താ കാറ്റുണ്ട്, അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ട് ചൂടൊന്നും അറിയുന്നില്ല. അതേ 9ാം വളവിലെത്താനായിക്കൊണ്ടിരിക്കുന്നു. എത്തിയിട്ടില്ല. മക്കളെ അങ്ങനെ ഞാൻ എന്താ വയനാട് നമ്മുടെ ലക്കിടി കയറുന്നിടത്ത് ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. എന്താണ് ഇപ്പം അതിൻ്റെ പേര്? ആ പാർക്കിൽ എത്തിക്കുന്നത്. അവിടെ ഉള്ളിൽ പോണോ? പാർക്കിൽ ഇതാ ഒരാളും കൂടി ഉണ്ട്. ഇതാ ഗസ്റ്റ് ആയിട്ട്. ഇതാ അവൾക്ക് ഇവിടെ ജോലിയാണ് കേട്ടോ. എൻ്റെ അനിയത്തിയാണ്. അവളിവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. വയനാട് ലക്കിടി കയറുന്ന പാർക്കിൽ തന്നെ. ഇല്ല ഇല്ല, ഇങ്ങോട്ടൊക്കെ നീ കുടുങ്ങിക്കോ. ഇതാണ് ഇവിടുത്തെ പഠിക്കാരുതി. എൻ്റെ മാതിരി തന്നെ ഉണ്ടോ? കുഴപ്പമില്ല. ചായ അപ്പം മക്കളെ ഇതാക്കുന്ന അടിപൊളി പാർക്കാട്ടോ. ഇവിടെ വെച്ചാൽ സ്കൂളിൽ കുട്ടികളെ സ്കൂൾ വെക്കേഷനൊക്കെ എന്താ തോന്നുന്നുണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. സ്കൂളിന് ടൂറ് പോകുന്ന അവർ ഇവിടേക്കാണ് തോന്നുന്നു വരുന്നതൊക്കെ. അപ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഏതാ വേണ്ടി സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കയറി നോക്കിയിട്ട് എനിക്ക് പറ്റിയൊന്നും കിട്ടിയില്ല. കാരണം ഞാനങ്ങനെ ഭയങ്കര ഫാൻസി ഒന്നും ഇടല്ലല്ലോ. അപ്പോൾ എന്താ പറയുക, മക്കളൊക്കെ ഇതാക്കുന്ന അടിച്ച് പൊളിച്ചിങ്ങനെ നടക്കട്ടോ. അവർക്ക് എവിടെയാണ് കയറേണ്ടതെന്ന് ഓർമ്മയില്ല. അത്രയും എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ കുറേ വീഡിയോസിൽ ഇനിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും വയനാട് ലക്കിടി കയറുന്നത് തന്നെയാണ് നമ്മളെ ഈ ഒരു പാർക്കുള്ളത് കേട്ടോ. അപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമൊക്കെയാണ്. നല്ല കാലാവസ്ഥയാണ്. വെയിൽ നല്ലോണം ഉണ്ടെങ്കിൽ നമുക്ക് ആ ചൂടറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് ഞാൻ ഇവിടെ കാണുകയും എല്ലാം എന്താ പറയുക വന്ന് ഇരിക്കാൻ പറ്റിയൊക്കെ നല്ല സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങളേതായാലും കുറച്ച് സമയം ഇവിടെ ഇരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ.